നമസ്കാരം. മൂന്നാം വട്ടവും 2026 തുടർഭരണം ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ തനിക്ക് ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തൻ്റെ മരുമകനും അതോടൊപ്പം തന്നെ പാർട്ടിയെ കയ്യിലൊതുക്കുവാൻ ശ്രമിക്കുന്ന റിയാസിൻ്റെ കൈകളിലേക്ക് ഭരണം ഏൽപ്പിക്കുവാനാണ് ഇപ്പോൾ പിണറായി ചടുലമായിട്ടുള്ള നീക്കങ്ങൾ, കുശാഗ്ര തന്ത്രങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്തെ സമ്മേളനത്തിന് പതാക ഉയർന്നതിന് മുമ്പ് മുതൽ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിയും തുടങ്ങിയതായിരുന്നു. ഒടുവിൽ ഇപ്പോൾ അമ്മായിയച്ഛനെ സംരക്ഷിക്കാൻ മരുമകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം. മറ്റെല്ലാവരും ഊമകളായിരുന്നു. ഈ ചോദ്യമാണ് കൊല്ലത്ത് വെച്ച് നടന്ന CPM-ന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും ഉയർന്നു വന്നത്. പ്രതിപക്ഷ നീക്കവും അതോടൊപ്പം തന്നെ ജനരോക്ഷവും മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ആഞ്ഞടിക്കുമ്പോൾ, ആളിക്കത്തുമ്പോഴെല്ലാം തന്നെ റിയാസ് ഒഴികെ മറ്റു മന്ത്രിമാർ എന്ത് നോക്കി നിൽക്കുകയായിരുന്നു എന്നതായിരുന്നു സമ്മേളനത്തിൻ്റെ കാതലായി മാറിയത്. സമ്മേളന വേദിയിൽ MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് പഴി മാത്രമാണ് കേൾക്കേണ്ടി വന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയതാകട്ടെ ശരിക്കും നല്ല കയ്യടിയായിരുന്നു. CPM-ന്റെ സംയുക്ത ചേരികളിൽ പ്രബലരായിട്ടുള്ള കണ്ണൂർ ലോബിയുടെ ആധിപത്യത്തെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ കണ്ണൂരിന് എന്തുകൊണ്ട് പ്രത്യേക സംവരണമുണ്ടോ എന്ന് പ്രതിനിധി സമ്മേളന വേദിയിൽ പോലും ഒരു റിപ്പോർട്ടിലെ ചർച്ചയ്ക്കിടെ ഒരംഗം ചോദ്യമുയർത്തുകയുണ്ടായി. അതോടെയാണ് സമ്മേളനം ആകെ അങ്കലാപ്പിലായി മാറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് കണ്ണൂർ ലോബിക്കെതിരെ ഉയർന്ന ഈ ഒരു വിമർശനം അത് മുൻപൊന്നും ഉണ്ടായിട്ടില്ലാത്തതാണ്. അതായത് CPM-ന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു ചോദ്യം ഉയർന്നു കേൾക്കുന്നത് എന്നതാണ് ഓർക്കേണ്ടതായിട്ടുള്ളത്. മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി, അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന നിയമനങ്ങൾ ഇവയെല്ലാം തന്നെ കണ്ണൂരുകാർക്ക് മാത്രമായി ലഭിച്ചത് കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി PV ഹർഷകുമാർ ഇക്കാര്യം വളരെ വിശദമായി തന്നെ തുറന്നടിച്ചിരുന്നു. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ MP ഗോവിന്ദൻ്റെ പ്രതികരണങ്ങൾ പലപ്പോഴും പാളിപ്പോയി എന്നാണ് ഇപ്പോൾ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാന വിമർശനം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിനിടയാക്കിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പെരുമാറ്റം, അതോടൊപ്പം തന്നെ പാർട്ടിക്കത് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കിയെന്നും പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വ്യാവസായിക വളർച്ചയ്ക്ക് പിന്നാലെ പോകുമ്പോൾ കയർ, കശുവണ്ടി, നട്ട്സ് തുടങ്ങി പരമ്പരാഗതമായിട്ടുള്ള മേഖലയ്ക്ക് ഒന്നും നൽകുന്നില്ല എന്നുകൂടി അവർ വളരെ കൃത്യമായി തുറന്നടിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഒരു വിമർശനത്തിൻ്റെ ഒരു കെട്ടായിരുന്നു സമ്മേളനത്തിൽ ഇന്നലെ ഇറക്കി വെച്ചതെന്ന് പറയാതെ വയ്യ. പാർട്ടിയെ കെട്ടിപ്പടുത്ത തൊഴിലാളികളെ മറക്കരുത് എന്നും കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. MP ഗോവിന്ദൻ അവതരിപ്പിച്ചിരിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള 8 മണിക്കൂർ നീണ്ട ചർച്ചയിൽ 530ഓളം വരുന്ന സമ്മേളന പ്രതിനിധികളിൽ 47ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ വാമൂടി മിണ്ടാതിരിക്കുന്ന മന്ത്രിമാർക്ക് ഇവിടെ നല്ല രീതിയിൽ ചീത്തവിളി കേൾക്കേണ്ടതായിട്ട് വന്നു. മന്ത്രിമാർ ആരും ശരിയല്ല എന്ന് വിലയിരുത്തുന്ന സമ്മേളനം മന്ത്രിമാരുടെ മറ്റ് പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് മനഃപൂർവ്വം നടിക്കുക കൂടി ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഈ നടന്ന സംഭവം അത് സമ്മേളനമായിരുന്നോ, ഇനി അതോ അത് മുഖ്യമന്ത്രിക്ക് വെള്ളപൂശലായിരുന്നോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ബാക്കിയുള്ളവർ. എന്നാൽ ഇപ്പോൾ റിയാസിനെ പിന്തുണച്ച മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടി നടപടി അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെന്നെത്തി നിൽക്കുന്നത് അടുത്ത ഒരു ഇടത് മന്ത്രിസഭ അത് ഇനി ഉണ്ടാവുകയാണെങ്കിൽ റിയാസിനൊരു കസേര ഉറപ്പാണെന്ന കാര്യം കൂടി വളരെ കൃത്യമായി തെളിയിക്കുന്നതാണ്. അങ്ങനെ പാർട്ടി വഴി തന്നെ അമ്മായിയച്ഛൻ മരുമകന് വേണ്ടി ഒരു കസേര ഇപ്പോൾ പിൻവാതിൽ നിയമനത്തിലൂടെ മേടിച്ചെടുത്തുവെന്ന് തന്നെ ഈ സമ്മേളനം കഴിയുമ്പോൾ ഒരുപക്ഷെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിച്ചേക്കും. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.